ഹലോ ഗായ്സ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏത്തയ്ക്ക തോരനാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഏത്തയ്ക്ക കീറി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. തൊലി കളയാം. പിന്നെ തൊലിക്ക് ഔഷധ ഗുണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ടൊക്കെ കളഞ്ഞാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ എണ്ണ ചൂടാക്കി കടുകിട്ടു. ഞാൻ കറിവേപ്പില ഇട്ടിട്ടുണ്ടായിരുന്നു ഗൈസ്, പക്ഷേ വീഡിയോയിൽ അത് വന്നിട്ടില്ല. എന്നിട്ട് നമ്മൾ ഏത്തയ്ക്ക ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം ഈ എണ്ണയിലിരുന്നതൊന്ന് വേവണം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റായിട്ട് വരും. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ കുറച്ച് ആവശ്യത്തിന് തേങ്ങ, ഈ വെളുത്തുള്ളി വലുതായതുകൊണ്ടാണ് ഞാൻ ഒരെണ്ണം എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ജീരകം, പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി ഒരു 1/2 സ്പൂൺ അല്ലെങ്കിൽ 1/4 സ്പൂണൊക്കെ മതി കേട്ടോ. നമ്മുടെ അളവിനനുസരിച്ച് മതി. ഏത്തയ്ക്ക കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ മുളക് പൊടി, അതും നമ്മൾ ഏത്തയ്ക്കയുടെ അളവ് നോക്കിയിട്ട് വേണം ഇടാൻ. പിന്നെ നമുക്ക് പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഏത്തയ്ക്കയൊക്കെ വെന്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഏത്തയ്ക്കയ്ക്ക് ഇച്ചിരി വേവ് കൂടുതലായതുകൊണ്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കണം. എണ്ണയിലിരുന്നതൊന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഇനി നമുക്ക് ഉപ്പ് ചേർക്കണം. അപ്പോൾ വേണമെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഈ സമയത്ത് നമുക്ക് ചേർക്കാം കേട്ടോ. നമ്മൾ ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കണം. ഇനി നിങ്ങൾക്ക് ഇതിൽ പച്ചമുളക് ആഡ് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി എരിവ് ഇഷ്ടമുണ്ടെങ്കിൽ മുളക് പൊടി കൂടുതൽ ആഡ് ചെയ്യാം, മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഈ സമയത്ത് അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ തേങ്ങയും ജീരകവും വെളുത്തുള്ളിയുടെ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ ഏത്തയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പരിപാടി കഴിഞ്ഞു ഗൈസ്. ഇനി ആ വെള്ളം ഒന്ന് നന്നായിട്ട് വറ്റിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഈ തേങ്ങയും ഈ മിക്സ് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഏത്തയ്ക്കയുമായിട്ടൊന്ന് മിക്സാക്കി എടുത്ത് കഴിഞ്ഞാൽ സംഭവം കഴിഞ്ഞു. വളരെ ഈസിയാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്, കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കേട്ടോ. ഞാനിവിടെ കുട്ടിക്ക് കൊടുക്കാനുള്ളത് കൊണ്ടാണ് പച്ചമുളകൊന്നും അധികം എരിവൊന്നും സ്പൈസി അല്ലാതെ എടുത്തത്. നമുക്കിത് സ്പൈസി ആക്കിയും എടുക്കാം. അപ്പോൾ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, ബൈ.